ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم മാകുന്ന പ്രയാസങ്ങൾ നീക്കി വിഷമങ്ങൾ നീക്കി റാഹത്തായ ജീവിതം ഞങ്ങൾക്ക് സാധ്യമാക്കണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ലാ ഹൗല ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം നാളത്തെ ദിവസമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. മാഷാ അല്ലാഹ് ഒരു ചരിത്രമുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലാ ഹൗല മാത്രമേ ചൊല്ലുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തും. അത്ര ഭയങ്കര സംഭവമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാളത്തെ സദസ്സ് പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ആളുകൾ മാഷാ അല്ലാഹ് ഇത് ഏറ്റെടുത്തവരുണ്ട്. 313 തന്നെ ഏറ്റെടുത്തവരുണ്ട്. ഞാനതൊരു സംഖ്യ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞൊരു സംഖ്യ പറഞ്ഞെന്നുള്ളൂ. എത്ര വിഷമമുള്ളവർ എത്ര ചെല്ലാൻ പറ്റുമോ അത്ര ചെല്ലുക. അത് സുബൈ കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും ഇശാ കഴിഞ്ഞും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഒക്കെ ചൊല്ലി തീർക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒരു 100 എണ്ണം ചൊല്ലാതെ ഉറങ്ങണ്ട, നീയും നിന്റെ കുടുംബവും. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ മഹാമാരിയും ഈ പ്രശ്നങ്ങളും ഒക്കെ നീങ്ങി റാഹത്തായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരണം. സന്തോഷകരമായ ഒരു ജീവിതം വരണം. വീടില്ലാതെ വിഷമിക്കുന്നവരെ ഇത് ചൊല്ലിക്കോ, ഉറപ്പായിട്ടും വീട് കിട്ടും. ഉറപ്പായിട്ടും വീട് കിട്ടും. റാഹത്തായ വീട് കിട്ടും. നല്ല വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചൊല്ലിക്കോ. വീടിന്റെ പണി നടത്തുന്നവരെ പൂർത്തീകരിക്കണോ, ചൊല്ലിക്കോ. നിന്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ നീങ്ങണോ. നിന്റെ ഭർത്താവ് നിന്നെ ഉപദ്രവിക്കുന്ന ഭർത്താവിന്റെ ദുശീലങ്ങളൊക്കെ മാറ്റി റാഹത്തായ ഒരു ജീവിതം നിനക്ക് വേണ്ടേ? ഭർത്താവ് നിന്നെ സ്നേഹിക്കുകയും നിന്റെ മക്കളെ നോക്കുകയും ആ മക്കളെ എടുത്തിട്ട് അടിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ഭർത്താവിൻ്റെതാകുന്ന മനസ്സിന് ഒരു ശാന്തി കിട്ടി. അദ്ദേഹം ഈമാനിന്റെ പ്രഭയിലേക്ക് കടന്നു വരാൻ നീ ഈ ലാ ഹൗല ചൊല്ലിയിട്ട് നിത്യമായി ചൊല്ലിയിട്ട് ശരിക്ക് കരഞ്ഞ് ദുആ ചെയ്യൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഉറപ്പായിട്ടും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. ചെയ്തുകൊണ്ടിരിക്കുക. നബിതങ്ങൾ ചൊല്ലി, നബിതങ്ങൾ സഹാബത്തിനോട് ചൊല്ലാൻ പറഞ്ഞു. സഹാബത്തും ചൊല്ലി. അവർ ശത്രുക്കൾക്കെതിരിൽ വരെ വിജയം കണ്ടു. ചൊല്ലി ചൊല്ലി അവസാനം സാമ്പത്തികമാകുന്ന ഭദ്രത കിട്ടിയതാകുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യം പരിപൂർണമായി നിർമ്മാർജ്ജനം ഉണ്ടായിട്ടുള്ള സഹാബത്ത് ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഒഴിച്ചുകൂടാതെ ചൊല്ലിയിരുന്ന ദിക്റാണ് എന്ന് പറഞ്ഞ മഹാരഥന്മാരെ, ആയിരക്കണക്കിന് മഹാന്മാരെ ഈ ദിക്റ് ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാർ, ഒരാൾ പോലും ഉപേക്ഷ വെക്കരുത്. നമ്മളിൽ ചില ആളുകൾക്ക് ചില തോന്നലുണ്ട്. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും ഈ പറയപ്പെടുന്ന സ്വലാത്തും ഈ ലാ ഹൗലയും ഒക്കെ ഞങ്ങളൊക്കെ പണ്ട് കാലം മുതൽ കേൾക്കുന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ചൊല്ലിയിട്ടുള്ളതാണ്. പക്ഷെ ഈ ലൈസൻസ് കിട്ടിയിട്ട് ചെല്ലുന്നതും നിങ്ങൾ മുമ്പ് കാലങ്ങളിൽ ചൊല്ലിത്തീർത്തതും ഒക്കെ വെറുതെയാണ്. ഇത് ചൊല്ലിയിട്ട് ലൈസൻസ് കിട്ടിയിട്ട് ചെല്ലുമ്പോൾ അതിന് ഫലം കൂടും. ഉടനടി ഫലം കിട്ടും. നിങ്ങളൊന്ന് ചൊല്ലി നോക്കി. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ ഇൻഷാ